അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ. വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നംല് 60-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു തആല പരാമർശിക്കുന്ന ഒരു വൃക്ഷം. നമുക്കറിയാം, നമ്മളൊക്കെ ഈ പ്രകൃതി രമണീയമായ മനോഹരമായ തോട്ടങ്ങളും മനോഹരമായ വനങ്ങളും കാടുകളും കാണാൻ ആഗ്രഹിക്കുന്നവരാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, അമ്മൻ ഖലഖസ് സമാവാതി എന്ന് തുടങ്ങുന്ന 60-ാമത്തെ സൂക്തം. അള്ളാഹു പറഞ്ഞു വരുന്നത്, വഅൻസല ലക്കും മിനസ് സമാഇ മാഅൻ ഫഅംബത്നാ ബിഹി ഹദായിഖ ദാത്ത ബഹ്ജ. കാണാൻ ഭംഗിയുള്ള മനോഹരമായ തോട്ടങ്ങൾ, ആകാശലോകത്ത് നിന്ന് മഴ വർഷിപ്പിച്ചുകൊണ്ട് ഇടതൂർന്നു നിൽക്കുന്ന വൃക്ഷങ്ങളെ, അതും ദാത്ത ബഹ്ജത്തിൻ വളരെ നയനമനോഹരമായ വൃക്ഷങ്ങളെ, തോട്ടങ്ങളിൽ, വനങ്ങളിൽ, ഉൾക്കാടുകളിലുള്ള മനോഹരമായ വൃക്ഷങ്ങളെ നാം മുളപ്പിച്ചു. മാ കാനലക്കും അൻ തുമ്പിത്തു ഷജറഹ. ആ തോട്ടത്തിലുള്ള വൃക്ഷങ്ങളെ നിങ്ങൾക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ അല്ലാഹു തആല പറയുന്നത്, വളരെ മനോഹരമായി നാം നമ്മുടെ മനസ്സിൻ്റെ വേദനകളും വിഷമങ്ങളും ഒക്കെ ഇറക്കി വെക്കാനും അള്ളാഹുവിൻ്റെ പ്രകൃതി കണ്ട് ആസ്വദിക്കാനും വളരെ മനോഹരമായ തോട്ടങ്ങളും മനോഹരമായ വനങ്ങളും ഉൾക്കാടുകളും ഒക്കെ നമ്മൾ കാണാൻ പോകുന്നവരാണ്. ആ തോട്ടങ്ങളിൽ പാഴ്മരങ്ങളായി തന്നെ നമ്മൾ കാണുന്ന, പാഴ്മരങ്ങളെന്ന് നാം വിളിക്കുന്ന, എന്നാൽ വളരെ മനോഹരമായി ഒരുപാട് ഉയരങ്ങളിലേക്ക് അതിൻ്റെ ചിറക് വിരിച്ച് അതിൻ്റെ ശിഖരങ്ങൾ വീശി നിൽക്കുന്ന മനോഹരമായ വൃക്ഷങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അത് സൂറത്തുൻ നംലിൽ അല്ലാഹു തആല സൂചിപ്പിച്ചു. അഥവാ ദാത്ത ബഹ്ജ, മനോഹരമായി കാണാൻ അഴകുള്ള നല്ല നല്ല തോട്ടങ്ങൾ അല്ലാഹു തആല സംവിധാനിച്ചു. ഇത് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒരു വൃക്ഷമാണ്. അല്ലാഹു നമുക്ക് കൂടുതൽ ഖുർആനെ സംബന്ധിച്ച് മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.